തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ 55-ാം ഡിവിഷൻ പുല്ലഴിയിൽ LDF, UDF, NDA സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. തൃശൂർ കോർപ്പറേഷനിൽ 55-ാം ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സുനിത വിനുവിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. 2020-25 കാലയളവിലെ സിവിൽ സ്റ്റേഷൻ കൗൺസിലറാണ് ഞാൻ. ഇപ്പോൾ തൃശൂർ കോർപ്പറേഷൻ 55 പുല്ലഴി ഡിവിഷനിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ഇപ്പോൾ നിലവിലെ പ്രചരണമൊക്കെ എവിടം വരെയായി? 2 റൗണ്ട് പൂർത്തിയായി. ഇപ്പോൾ പ്രചരണമൊക്കെ ഒരു 2ാം പ്രാവശ്യമാണ് താങ്കൾ മത്സരിക്കുന്നത്. അപ്പോൾ ആൾക്കാരുടെ വക നിന്നൊരു സപ്പോർട്ട്, വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? എല്ലാ സപ്പോർട്ടും പിന്തുണയും എല്ലാം ഉണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഡിവിഷനിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ പുല്ലഴിയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ചെയ്യും. മുൻ കൗൺസിലർ കെ രാമനാഥൻ അവരുടെ അത്യാവശ്യം എന്ന് തന്നെയല്ല, പുല്ലഴിയിൽ ഇനി ചെയ്യാൻ ഇല്ലാത്തതായിട്ട് ഒരുപാട് വികസനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇക്കോ ടൂറിസം വരെ ആളുടെ വികസനവുമായിട്ട് എത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാം ഈ റോഡുകൾ. അതുപോലെ തന്നെ 7 അംഗനവാടികളും സ്മാർട്ട് അംഗനവാടി ആക്കിക്കൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷനിലെ ആരും തന്നെ ഇത്രയും വികസനം ചെയ്തൊരു കൗൺസിലർ ഇല്ല. അത് രാമനാഥേട്ടൻ തന്നെയാണ്. ആളുടെ പിന്തുടർച്ചയായിട്ടാണ് ഞാൻ ഈ ഡിവിഷനിൽ എത്തിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് വികസനങ്ങൾ പുല്ലഴിയുടെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യും. തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വിജയം നമുക്ക് ഉറപ്പിക്കാം? ഇപ്രാവശ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമാണ്, യാതൊരു സംശയവുമില്ല. തൃശൂർ കോർപ്പറേഷൻ പുല്ലഴി 55-ാം ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജിഷ സന്തോഷാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. ഈ ഇലക്ഷൻ ആദ്യമായിട്ടാണെങ്കിലും കുടുംബശ്രീയുടെ 8 വർഷമായിട്ട് നമ്മുടെ പുല്ലഴിയിലെ കുടുംബശ്രീയുടെ CDS മെമ്പറാണ്. ഇപ്പോൾ കോർപ്പറേഷൻ്റെ CDSൻ്റെ വൈസ് ചെയർപേഴ്സണാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടിയിട്ടുള്ളൊരു അറിവ്, എല്ലാവർക്കും നമ്മളോടുള്ളൊരു അറിവുണ്ടല്ലോ. വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ്. തെരഞ്ഞെടുപ്പിലോട്ട് ആദ്യമായിട്ടാണെങ്കിൽ പോലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നാടിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നാടിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കാരണം ഇപ്പോൾ യുവതലമുറ കുറച്ചും കൂടെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്? അതായത് നമുക്ക് ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഈ ജനങ്ങളുമായി, നമ്മുടെ ഡിവിഷനിലെ ജനങ്ങളുമായി സംബന്ധിച്ച് അവർക്ക് എന്താണോ ആവശ്യം അവരോടൊപ്പം നിന്നുകൊണ്ട് നേടിക്കൊടുക്കാനായിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. പിന്നെ നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു കളിസ്ഥലം എവിടെയാണോ നമുക്ക് സ്ഥലത്തിനുള്ള ഇതുകൾ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് അറിയുക. അതെല്ലാം അവർക്ക് വേണ്ടി എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നൈപുണ്യ പരിശീലന കേന്ദ്രം അതൊക്കെയും നമ്മുടെ മനസ്സിലുണ്ട്. അത് ആ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഡിവിഷനിലെ ജനങ്ങളുമായി സംസാരിച്ച് അവർക്ക് വേണ്ടത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യും. സ്വകാര്യ ജീവിതത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലോട്ടൊക്കെ കടക്കമുണ്ടായിരുന്ന ഒരു വ്യത്യാസം എന്താണ്? സ്വകാര്യ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളെന്ന്. പക്ഷേ നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാപ്പിയാണ്. തൃശൂർ കോർപ്പറേഷനിൽ 55-ാം ഡിവിഷനിൽ പുല്ലഴിയിലെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കീർത്തന സുരേഷാണ്. ഈ കീർത്തന സുരേഷിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ജെൻസി സ്ഥാനാർത്ഥി കൂടിയാണ്. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലോട്ട്? കേവലം ഒരു രാഷ്ട്രീയം പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയത്തിലുപരി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരിലൊരാളായി, കൂടപ്പിറപ്പായി, മകളായി എല്ലാവരോടൊപ്പം ഉണ്ടാകാനാണ് ഞാൻ കൂടുതലായും ആഗ്രഹിക്കുന്നത്. കുറച്ചും കൂടെ യുവത്വത്തെ ഒന്ന് പരിഗണിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഞാൻ ശ്രമിക്കും. പ്രചരണ രംഗത്ത് എങ്ങനെയാണ് ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുകയാണോ? എവിടം വരെയായി പ്രചരണം? 1ാം ഘട്ടം പൂർത്തിയായി, 2ാം ഘട്ടം പകുതി ആവാറായി. അപ്പം തന്നെ എനിക്ക് എൻ്റെ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നു, അവരതിനായി റെഡി ആയി കഴിഞ്ഞു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വളരെ നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് യുവത്വമായാലും എല്ലാവരായാലും വയസ്സായവരായാലും അമ്മമാരായാലും എല്ലാവരും നല്ല കൂടെയാണ് എൻ്റെ നിൽക്കുന്നത്. അത് എനിക്ക് വിജയം തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നാടിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെയും സുരേഷ് ഗോപി സാറിൻ്റെയും മോദിജിയുടെയും കുറേ സ്വപ്ന വികസനങ്ങളുണ്ട്. അതെല്ലാം എൻ്റെ നാട്ടുകാരിലേക്ക് ഞാൻ വഴിയെത്തുന്നതിൽ, അത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടുകാർക്കാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നാടിന്റെ നന്മയ്ക്കായി വികസനത്തിന്റെ കരുത്തുമായി പുല്ലഴിയിൽ 3 മുന്നണികളും പോരാടുകയാണ്. ഇതിൽ ആര് ജയിക്കുമെന്ന് കാത്തിരുന്നു കാണാം.